24 എക്സ്ക്ലൂസീവ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകാനുള്ള സാധ്യത തള്ളാതെ ജോയ് മാത്യു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകാമോ എന്ന് ബന്ധപ്പെട്ടവർ തന്നോട് ചോദിച്ചിരുന്നുവെന്നും നോക്കാം എന്ന് താൻ മറുപടി പറഞ്ഞെന്നും ജോയ് മാത്യു 24നോട് പറഞ്ഞു. യോഗ്യതയുള്ള നിരവധി പേർ ഉണ്ടെന്നും ജോയ് മാത്യു കൂട്ടിച്ചേർത്തു. സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളോട് ചോദിച്ചു ബന്ധപ്പെട്ട ആൾക്കാർ, അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നോക്കാം എന്ന് പറഞ്ഞു. സാധ്യത കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് സംഭവിക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നമുക്ക് സുഹൃത്തുക്കൾ എല്ലാ ഏരിയയിലും ഉണ്ട്, അവരായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ നീ പറഞ്ഞ ഈ സിനിമയെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയ ധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം, അത്രയേ ഉള്ളൂ. ദീപക് ധർമ്മടം വിവരങ്ങൾ. ദീപക് റസൂൽ പൂക്കുട്ടി ഒഴിഞ്ഞതാണ്. ജഗദീഷിന്റെ, സലീംകുമാറിന്റെ, പ്രേംകുമാറിന്റെ, ദീപു കരുണാകരന്റെ അങ്ങനെ പല പേരുകൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് ജോയ് മാത്യുവിലേക്ക് എത്തുകയാണോ ദീപക്? ഹാഷ്മി, ജോയ് മാത്യുവിലേക്ക് എത്തുന്നതിന്റെ സൂചനകളാണ് കാണാനുള്ളത്. കാരണം ജോയ് മാത്യുവിനെ ഔദ്യോഗികമായി ബന്ധപ്പെട്ടവർ സംസാരിച്ചു, ഈ ചുമതല ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു. അതിൽ നോക്കാം എന്ന് ജോയ് മാത്യു മറുപടി നൽകി എന്ന് അദ്ദേഹം ആദ്യമായി ഒരു മാധ്യമത്തോട് പറഞ്ഞു. അത് 24നോടാണ് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത് യോഗ്യതയുള്ള പലരുമുണ്ട് എന്നുള്ളതാണ്. ഇതിലൊരു സാധ്യത കാണുന്നത് ജഗദീഷ് പിൻവാങ്ങിയിരിക്കുന്നു. അപ്പോൾ നിലവിൽ പ്രേംകുമാറിൻ്റെ പേരും അതുപോലെ ജോയ് മാത്യുവിൻ്റെ പേരുമാണ് പരിഗണനയിലുള്ളത്. പ്രേംകുമാർ ആണെങ്കിൽ ഇടതു ഭരണകാലത്ത് അവിടെ വൈസ് ചെയർമാൻ ആയിരുന്നു, പിന്നീട് ചെയർമാൻ്റെ സ്ഥാനവും ചുമതല വഹിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാധ്യത തെളിയുന്നത് ജോയ് മാത്യുവിനാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ജോയ് മാത്യു ആ കാര്യത്തിലുള്ള സാധ്യത തള്ളുന്നില്ല. സാധാരണഗതിയിൽ ജോയ് മാത്യു അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാറില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് പരസ്യമായി തള്ളുകയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ എന്നാൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം ആധികാരികമായി 24നോട് പങ്കുവെച്ചു. ഹാഷ്മി, ഓക്കെ. ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നതിലൂടെ അതിനുള്ളൊരു ആഗ്രഹം അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.